നവകേരളം കിഫ്ബിയിലൂടെ. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ നടപ്പിലാക്കിയത് കോടികളുടെ വികസന പദ്ധതികളാണ്. 100 കോടി രൂപ ചെലവിട്ട് ജില്ലാ ആശുപത്രി ആധുനികവൽക്കരിച്ചതും ചെങ്ങന്നൂർ ബൈപ്പാസിന് 200 കോടി രൂപ അനുവദിച്ചതും പദ്ധതികളിൽ ചിലത് മാത്രം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്തൊട്ടാകെ നിരവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. അമ്പലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കിഫ്ബി ഫണ്ട് ഗുണകരമായി. ചെങ്ങന്നൂർ ഗവൺമെന്റ് ITIക്ക് 20 കോടിയോളം രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചത് കിഫ്ബി ഫണ്ടിൽ നിന്നാണ്. ചെങ്ങന്നൂരിലെ വിവിധ റോഡുകൾ വികസിപ്പിച്ചതും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തന്നെ. 1964 ആരംഭിച്ച ചെങ്ങന്നൂർ ഗവൺമെന്റ് ITIക്ക് ആദ്യമായി 20 കോടി രൂപ ചെലവിൽ 1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടവും ഹോസ്റ്റലും പൂർത്തീകരിച്ച് ഈ കാലയളവിൽ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. റോഡ് ഗതാഗത രംഗത്ത് പുത്തൻ ഉണർവുണ്ടാക്കിയ പദ്ധതികളാണ് കൊല്ലകടവ് കുളനട റോഡ് 17 കോടി രൂപയ്ക്കും മാന്നാർ വിയപുരം റോഡ് 14 കോടി രൂപയ്ക്കും നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ചെങ്ങന്നൂർ ബൈപ്പാസ് 200 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിക്കുകയും 67 കോടി രൂപ ചെലവിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അവസാന ഘട്ടത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 100 കോടി രൂപ ചെലവിലാണ് ജില്ലാ ആശുപത്രി നവീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പല പദ്ധതികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ചെങ്ങന്നൂരിലെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും വലിയ ഉണർവും ഉന്മേഷവും ഉണ്ടാകുന്ന തരത്തിലാണ് 100 കോടി രൂപ ചെലവിൽ ഇന്ന് അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടിയുള്ള ആശുപത്രി കെട്ടിടം 80% പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുക. ഏതാണ്ട് 72 കോടി രൂപയോളം ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു. 4 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചെങ്ങന്നൂരിലെ ജനസമൂഹം. ചെങ്ങന്നൂരിലെ വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനും കിഫ്ബി ഫണ്ട് തുണയായി. ഒട്ടേറെ കുടിവെള്ള പദ്ധതികളുടെ പൂർത്തീകരണത്തിനും കിഫ്ബി ഫണ്ട് ചിലവിട്ടു. ചെങ്ങന്നൂരിൻ്റെ കായിക മേഖലയ്ക്കും കിഫ്ബി ഫണ്ട് ഗുണം ചെയ്തു. ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ വികസനത്തിനായി 41.47 കോടി രൂപയാണ് ചെലവിട്ടത്. ശബരിമല ഇടത്താവളത്തിനായി കിഴക്കേ നടയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 126.94 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത്. ഏതാണ്ട് 67 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയവും 1 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കാനും ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാനുമായി ഒരു ഇടത്താവളം ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ചെങ്ങന്നൂർ കിഴക്കേ നടയിൽ 10 കോടി രൂപ ചെലവിൽ കിഫ്ബി വഴി ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ശബരിമല ഇടത്താവള നിർമ്മാണവും പൂർത്തീകരണ ഘട്ടത്തിലാണ്. അങ്ങനെ ചെങ്ങന്നൂർ മണ്ഡലത്തിലാകെ സമഗ്ര വികസനമെത്തിക്കാൻ വിവിധ കിഫ്ബി പദ്ധതികളിലൂടെ സാധിച്ചുവെന്ന് സജി ചെറിയാൻ MLA വ്യക്തമാക്കി. സ്വപ്നം കണ്ട ഒരിക്കലും യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാത്ത എത്രയോ പദ്ധതികൾ കിഫ്ബി വഴി ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലുണ്ടാകുന്ന ഈ മുന്നേറ്റം കേരളത്തിൻ്റെ മുഖമാണ് മാറുന്നത്. ലോകത്തിലെ വികസിത രാജ്യങ്ങളോടൊപ്പം സഞ്ചരിക്കുവാൻ കേരളത്തെ പ്രാപ്തമാക്കുന്ന ശ്രദ്ധേയമായ വികസന ഇടപെടലാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത്.